എരിയാം ഞാനും ഈ ബലിയിൽ നിന്തിരുസവിധേ. ഒരു മലരായി വിരിയാം ഞാനും തവ പാതേ എന്നും പുണരാം. ഒരു നവഗാനം പാടാം, ഒരു മനമോടണി ചേരാം. കനിയൂ സ്നേഹനാഥ, അണയൂ ഈ ബലിയിൽ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഏറ്റവും സന്തോഷം നിറഞ്ഞ സുദിനമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാം നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടിട്ടില്ല, അതുപോലെ കർത്താവിൻ്റെ കരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന ദിവസമാണ് ഉത്ഥാന തിരുനാൾ ദിവസം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ അഹങ്കാരമാണ് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളത്. ആ അഭിമാനത്തോടെ ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. എൻ്റെ ദൈവം എൻ്റെ കൂടെയാകാൻ, തൻ്റെ മനുഷ്യകുലത്തിൻ്റെ കൂടെയാകാൻ ഉത്ഥാനം ചെയ്തു. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പൂർണ്ണമായിട്ട് ബലിവേദിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ബലി ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീനാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടെയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സുലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സുലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സുലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായ മരണത്തെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത നിന്റെ അനന്തകാരണത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിന്റെ ഉദ്ധാന രഹസ്യം ആഘോഷിക്കുന്നതിനും അതിന്റെ ദിവ്യഫലങ്ങൾ അനുഭവിക്കുന്നതിനും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിനെ ഞങ്ങൾ നന്ദി പറയുന്നു. അജ്ഞതയുടെ മന്ദകാരത്തിൽ നിന്ന് മോചിതരും പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ഉദ്ധാനത്തിന്റെ സ്വഭാവത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ ദിവ്യരഹസ്യങ്ങൾ പൂർവ്വം പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സങ്കീർത്തനോട് ചേർത്ത് സന്തോഷത്തോടുകൂടി ഉത്തിതനായ കർത്താവിനെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, നിന്റെ ഉത്ഥാനത്തിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. ജനതകളെ കരഘോഷം മുഴക്കുവീൻ, ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവീൻ. ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്, സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു, അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. കർത്താവ് ഉന്നതനാണ്, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, നിന്റെ ഉദ്ധാനത്തെ ഞങ്ങൾ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ലോകരക്ഷകനായ മിശിഹായ ലോകം മുഴുവൻ നിന്റെ സമാധാനത്തിൽ നിറയട്ടെ. നിന്റെ പരിശുദ്ധമായ സ്ലീഹായിൽ നിന്റെ സഭയെ ശക്തിപ്പെടുത്തുകയും അവളുടെ സന്താനങ്ങളെ നിന്റെ കൃപയാൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാ സമയം സഭയിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനിടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ഉന്നതവാനിടമേ, വാതിൽ തുറക്കുക നീ, മംഗളദീപവുമായി മന്നവനണയുന്നു. നിത്യമനോഹരനാം നിർമ്മല ദൈവസുതൻ വെള്ളി വെളിച്ചത്തിൽ മുങ്ങി വിളങ്ങുന്നു. പൊട്ടിയ ബന്ധത്തിൻ കണ്ണികൾ കൂടുന്നു, വിണ്ടലം അവനിയുമായി വീണ്ടും ഇണങ്ങുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ ഇറങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യം മഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയും ഏകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സഭയനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്തിനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവേൻ. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 2, 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു. വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു. സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റെതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ഛിന്നഭിന്നമാക്കുന്നു. അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും. തൻ്റെ രാജാവിന് ശക്തി കൊടുക്കും. തൻ്റെ അഭിഷിക്തന്റെ ശിരസ് ഉയരുമാറാക്കും. ദൈവമായ കർത്താവിനെ സ്തുതി. സഹോദരനെ, പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം, അധ്യായം 5, 20 മുതലുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു
ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളെന്നും വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ അരുൾ ചെയ്താലും ദാസൻ ശ്രവിക്കുന്നു. നാഥാ, നീ അരുൾ ചെയ്താലും ദാസൻ ശ്രവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 28 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്നത്തെ ഭജന വായന ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് ശ്രവിക്കാം. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയം മറ്റേ മറിയം ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാൽ വിറബോണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ഹല്ലേലൂയ നമ്മളെ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. 3 തവണ ഉറച്ച വിശ്വാസത്തോടെ വിശ്വാസി ഏറ്റുപറയുകയാണ്. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഉറക്കെ വിശ്വാസം ചെല്ലാം. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റു, നാഥനുയർത്തെഴുന്നേറ്റു. വിജയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. കുരിശിലേറിയവൻ, മൃതനായി കബറടങ്ങിയവൻ, കതിരിനുടയവനായി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു, നാഥനുയർത്തെഴുന്നേറ്റു. വിജയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ശാന്തമായിട്ടിരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഉത്ഥാന തിരുനാൾ ആശംസകളെ സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് ഈ ഉത്ഥാനം. നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ കർത്താവ് കൂടെയുള്ളത് കൊണ്ടാണ്. 3 കാര്യങ്ങളാണ് ഉത്ഥാന തിരുനാളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട്, ഒന്നും അവസാനിച്ചിട്ടില്ല. മനുഷ്യൻ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കും. അതാണ് നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം. മനുഷ്യന് പ്രതീക്ഷ നഷ്ടപ്പെട്ടെടുത്ത് ദൈവത്തിന് പുതിയ പ്ലാനുകളുണ്ട്. ആ പ്ലാനുകളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കടബാധ്യതകൾ വന്ന് ജീവിതം അവസാനിച്ച് നിൽക്കുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ രോഗാവസ്ഥകളിലൂടെ ഡോക്ടർ വിധി എഴുതിയിട്ടുണ്ടാകും. അപ്പോഴൊക്കെ ഈ ഉത്ഥാനനായ കർത്താവിലേക്ക് നോക്കാൻ നമുക്ക് മനസ്സുണ്ടാക്കണം. കാരണം ഇത്രയേ ഉള്ളൂ, ഒന്നും അവസാനിച്ചിട്ടില്ല.
മൂന്നാം നാൾ ഒരു ഉത്ഥാനമുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ അവൻ്റെ കാര്യങ്ങൾ നോക്കി പ്രവർത്തിക്കുന്നു, എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് ഏറ്റവും വലിയ കാര്യം, ഏറ്റവും അഭിമാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക. നിനക്ക് ഏറ്റവും നല്ലത് നൽകാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കണം, നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ തോറ്റു കഴിയുമ്പോൾ നമ്മളൊക്കെ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇനി ജീവിതം ഇല്ല, എനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാനില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഒന്നും അവസാനിച്ചിട്ടില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവ് കൂടെയുണ്ട്. രണ്ടാമതായിട്ട് ആ സ്ത്രീകളെ പോലെ അന്വേഷിച്ചിറങ്ങാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്നുള്ളതാണ്. അന്വേഷിച്ചിറങ്ങാൻ, എൻ്റെ കർത്താവിനെ അന്വേഷിച്ചിറങ്ങാൻ എനിക്കൊരു മനസ്സുണ്ടാകുമ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകൾ നൽകുന്നു. ഞാൻ അന്വേഷിച്ചിറങ്ങുന്നത് ആരെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കണം. ഞാൻ മദ്യത്തെയാണോ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെയാണോ, അല്ലെങ്കിൽ അതിൻ്റെ അയൽവക്കക്കാരെയാണോ ഞാൻ അന്വേഷിച്ചിറങ്ങുന്നത്? നമ്മൾ അന്വേഷിച്ചിറങ്ങേണ്ടത് ദൈവത്തെയാണ്. ഈ ജീവിതത്തിൽ നമ്മൾ അന്വേഷിച്ചിറങ്ങേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ കണ്ടുമുട്ടുക, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ അഗസ്തീനോസ് അതിനിൽ പറഞ്ഞത്, ദൈവത്തിൽ വലയം പ്രാപിക്കുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമാകുന്നു എന്നുള്ളത്. അപ്പോൾ നാം അന്വേഷിച്ചിറങ്ങേണ്ടത് ദൈവത്തെയാണ്. ആ ഭർത്തായും മറിയവും അതുപോലെ തന്നെ സ്ത്രീകളും യേശുവിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. അവരെ പോലെ നമുക്കും അന്വേഷിച്ചിറങ്ങണം. ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ ദിവികാന്യത്തിലേക്കും എൻ്റെ തമ്പുരാനെ അന്വേഷിച്ചിറങ്ങണം. വേദനിക്കുന്ന സഹോദരങ്ങളിലേക്ക് എൻ്റെ തമ്പുരാനെ ഞാൻ അന്വേഷിച്ചിറങ്ങണം. അങ്ങനെ അന്വേഷിച്ചിറങ്ങാനുള്ള മനസ്സ് എനിക്കുണ്ടാകണമെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ദൂതൻ അവരോട് പറഞ്ഞ വാചകത, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട. കർത്താവ് കൂടെയുള്ളവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നഷ്ടപ്പെടുമ്പോഴാണ് ആകുലതകൾ ജീവിതത്തിൽ കടന്നു വരിക. പ്രാർത്ഥിക്കാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുക. എൻ്റെ ജീവിതത്തിൻ്റെ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ്, ഞാനെന്ന ഭാവം എന്നിലേക്ക് കടന്നു വരുമ്പോഴാണ്, എനിക്കെല്ലാം സാധിക്കുമെന്ന ഭാവം കടന്നു വരുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത്, ഭയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് നമ്മളോട് പറയുക, ഭയപ്പെടേണ്ട. ഈ വാചകം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. ദൈവം നമ്മളോട് ഇങ്ങനെ പറയുക, കാരണം എന്നെ സഹായിക്കുന്ന എൻ്റെ വലിയവൻ എൻ്റെ കൂടെയുണ്ട്. ഈ 3 കാര്യങ്ങൾ ഉത്ഥാന തിരുനാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. ഉത്ഥാന തിരുനാളിൽ എൻ്റെ കർത്താവിനെ അന്വേഷിച്ചിറങ്ങാൻ, അതുപോലെ തന്നെ ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് ചിന്തിക്കാൻ. മൂന്നാമതായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഏത് സഹനത്തിൻ്റെ വഴികളിലൂടെ ഞാൻ നടന്നാലും കുലുങ്ങില്ല, കാരണം എനിക്കെൻ്റെ കർത്താവുണ്ട്. സഹനങ്ങളോട് പറയാൻ പറ്റണം, എനിക്ക് ധൈര്യം തരുന്ന കർത്താവ് എനിക്കുണ്ടെന്ന്. അങ്ങനെ ധൈര്യം നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഉത്ഥാനം, അതാണ് നമ്മളുടെ ജീവിത രഹസ്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുസ് പ്രാർത്ഥനകൾക്കായി നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും സമാധാനമായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിന്റെ സമാധാനം ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്നരുൾ ചെയ്ത മിശിഹായെ, നിന്റെ ഉയർപ്പിന്റെ സമാധാനത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കല്ലറയിൽ നിന്ന് ഉയർക്കുകയും ലോകത്തെയും തൻ്റെ സഭയെയും ശാശ്വതമായ സമാധാനത്തിൽ നിറയ്ക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ സമാധാനത്താൽ ഞങ്ങളെ സമ്പന്നരാക്കുന്ന മിശിഹായെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ വേദനകളിലും പ്രതിസന്ധികളിലും നീ നൽകിയ സമാധാനം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർപ്പാപ്പ, മേധാർച്ച് ബിഷപ്പ്, മെത്രാപ്പോലിത്തമാർ, മെത്രാന്മാർ എന്നിവരുടെയും അവരുടെ എല്ലാ സഹശുശ്രൂഷികളുടെയും സമാധാനത്തിനും സുസ്ഥിതിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ സഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും സകലനാഥനായ ദൈവത്തിന്റെ കൃപാസമ്പത്ത് നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അർപ്പണം ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനുമൊപ്പം എന്നുള്ളവും ഉള്ളവയും നാഥ വിനയമോടെ കിടുന്നു, വിനയമോടെ കിടുന്നു. അർപ്പണം ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനുമൊപ്പം. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിൻ്റെ അരികിലെല്ലാം സമർപ്പിക്കാം. നമ്മൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത് ഈ ദൈവത്തെ കാണാൻ വേണ്ടിയാണ്. ഈ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. നീ എത്തിയിരിക്കുന്നത് യഥാർത്ഥമായ സന്നിധിയാണ്. നിന്റെ തമ്പുരാൻ്റെ സന്നിധിയിൽ എല്ലാ നിയമങ്ങളെയും ചേർക്കട്ടെ. ഏറ്റവും സന്തോഷത്തോടെ നന്ദി പറയട്ടെ. ദൈവമേ, പലപ്പോഴും നിരാശപ്പെട്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു എന്ന് ഞങ്ങൾ ചിന്തിച്ച നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല. നീ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം നേടാൻ സാധിക്കും. അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. താതനും അതുപോലാൽമജനും ദിവ്യറൂഹാക്കിയും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേൻ ആമേൻ. സുതരുടെ പ്രേക്ഷിതരെ, ഏകജ സ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തന് പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യയും ആകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ.
ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുക എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാൽ യുഗരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പ്രിയർമൻ ചെയ്യുക ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചുപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ മറ്റെല്ലാവരും സ്നേഹവും ഐക്യവും ഞങ്ങൾ വാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്രമം പ്രജാസപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരുടെയും ശ്രാഫന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലെ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. മാലാഖവൃന്ദം പാടുന്നു പരിശുദ്ധൻ, മാനവദൂതരും പാടുന്നു പരിശുദ്ധൻ, ക്രോവേന്മാർ ശ്രാപ്പേന്മാർ സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഓശാന ഓശാന ഓശാന. കർത്താവാം ദൈവത്തിനോശാന ഓശാന ഓശാന. കർത്താവാം ദൈവത്തിനോശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ സർവനാമത്തിൽ ഒരുമിച്ച് കൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം ഏറ്റവും ഭക്തിപൂർവ്വം കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്തു. ഇത് പാപമോചനത്തിനാ
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. പ്രകാരം തന്നെ കസയുമെടുത്ത് കൃതദാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത്, ഇത് ഭവമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തങ്ങളുടെ നാമത്തിൽ നിച്ച് കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ. യേശുവേ നന്ദി, പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്യും. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവന പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മറഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരുപതിഷായ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഇരുപതിഷായ മാർപ്പോളി കണ്ണുകാട് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശതരും ദുഃഖിതരും ദുരരും എഴുതരും രോഗികളും അകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിലെ നേറുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, ആത്മഹത്യ ചിന്തകളിലൂടെ നിരാശകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി, വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കും, രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, ഇന്ന് ദിവസം ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതിനും പരസ്പരം സഹായിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ ഇഷ്ടദിനം ഏറ്റവും സന്തോഷപ്രദമാക്കുന്നതിനു വേണ്ടിയും വഴക്കുകൾ, പിണക്കങ്ങൾ, വിദ്വേഷങ്ങൾ എല്ലാ കുടുംബങ്ങളും ആകുന്നതിനു വേണ്ടി ഈ ബലിവേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളുടെ കണ്ണുനീരുകൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, വിശുദ്ധ മാമോദീസയിൽ സജീവൻ കർത്താവ് നാഥനക്ഷകന്മായ പരിശുദ്ധവും സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാ നിറയാൻ വേണ്ടി നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കുക. ഈസ്റ്റർ ദിനത്തിലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി പരസ്പരം സംസാരിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഈ നിമിഷം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ പല പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വകരാതരവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ചേർന്ന് പാടട്ടെ. ആത്മാവാം ദൈവമേ വരണേ, പ്രവർത്തിക്കുന്നു എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
സജീവവും പരിശുദ്ധവും ജീവിതായ മങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇരുകരങ്ങൾ തുറന്നു പിടിക്കാം, ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിയായ നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സർവ്വതിലും നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിപാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പുരോഹിത കരങ്ങളിൽ ഉയരുമീ തിരുവോസ്തിയിൽ യേശുവിൻ തിരുമുഖം കാണാൻ ആശയോടണയുന്നു ഞാൻ. ദിവ്യകാരുണ്യ സ്നേഹമേ ഞങ്ങളിൽ നിറയണമേ. സ്വകീയമന്യ തേജസ്സേ അനുദിനം ആരാധന. ദിവ്യകാരുണ്യ സ്നേഹമേ ഞങ്ങളിൽ നിറയണമേ. സ്വകീയമന്യ തേജസ്സേ അനുദിനം ആരാധന, അനുദിനം ആരാധന. ഇതാ ദിവ്യഗാനത്തിൽ എഴുന്നള്ളിരിക്കുക നമ്മുടെ കർത്താവ്, നമ്മുടെ കൂടെ ആയിരിക്കുന്ന കർത്താവ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഭയപ്പെടേണ്ട എന്നൊരു വാക്ക്, അതാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെ വസിക്കുന്നു. എല്ലാ വേദനകളെയും ചേർത്ത് വയ്ക്കാം, നമ്മുടെ കുടുംബത്തെ ചേർത്ത് വെച്ച് നിമിഷം പ്രാർത്ഥിക്കാം. ദുശീലങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന മക്കളുടെ തിരിച്ചറിവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ നീറുന്ന വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കണേ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കണമേ. യോജിപ്പോടും സ്നേഹാരൂപിയിലും ഉൾക്കൊള്ളാം ദിവ്യമീ രഹസ്യങ്ങൾ. കർത്താവേ നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കണമേ. ഞങ്ങൾക്കിവ നീ ഉത്ഥാനത്തിനും രക്ഷയ്ക്കും കാരണമാക്കണമേ. കർത്താവേ നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കണമേ. എല്ലാവർക്കും
എഴുന്നേറ്റ് യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സുഖത്തിലേക്ക് ഇരുകരങ്ങൾ മെരുതി പിടിച്ച് വിശ്വാസപുറം മെരുതെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ലോകരക്ഷകനായ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാ സ്വർഗത്തിൽ അദൃശ്യനായ പിതാവിന്റെ വലതുഭാഗത്ത് അവന് ഉപവിഷ്ടനായിരിക്കുന്നു. മിശിഹായുടെ ശരീരം രക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ക്രൂശിതനേ ഉത്ഥിതനേ മർത്യനെ കാക്കണമേ. ക്രൂശിതനേ ഉത്ഥിതനേ മർത്യനെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ കൃത്തിനുള്ളിൽ, ഈശോ നിന്മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ കൃത്തിനുള്ളിൽ, ഈശോ നിന്മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോഴെന്നുള്ളം സ്വർഗമായി തീരും. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനുമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഇരുകരകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന കർത്താവിനെ ഒരു നിമിഷം നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നു. ദൈവമേ, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നിമിഷം നീ തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് നൽകുകയാണ്. കർത്താവേ, ഞങ്ങളത് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കി ജീവിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും ഉത്തിതനായ കർത്താവിലേക്ക് കൊടുക്കാം. കുടുംബത്തെ സമർപ്പിക്കാം, വേദനകളെ സമർപ്പിക്കാം, രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിക്കാം, ദുശീലങ്ങൾ ലോകത്ത് ജീവിക്കുന്നവരെ സമർപ്പിക്കാം. വഴക്കും പിണക്കങ്ങളുമുള്ള കുടുംബങ്ങളെ സ്നേഹത്തിൽ ഒന്നിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളെല്ലാം ഈ നിമിഷം സമർപ്പിക്കട്ടെ. ഈ വിശുദ്ധ കുർബാന ഈ നിമിഷം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടുമുള്ള മക്കളെ ഈ നിമിഷം സമർപ്പിക്കാം. രോഗികളായി കിടപ്പ് രോഗികളായിട്ടുള്ള വ്യക്തികളെ, കട്ടിലിൽ കിടന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, ഭവനങ്ങളിരുന്ന് കാണുന്നവരെ, അതുപോലെ കുടുംബത്തിൽ സ്നേഹശൂന്യത അനുഭവിക്കുന്നവരെ, ആരോരും സ്നേഹിക്കാനാത്ത വ്യക്തികൾ, അതുപോലെ ഇന്ന് ദിവസം മക്കളെ കാണണമെന്ന് ആഗ്രഹമുള്ളവരെ, അതുപോലെ ബന്ധുമിത്രാദികളെ കാണണമെന്ന് ആഗ്രഹമുള്ളവരെ, അവരൊന്നും വരാതെ വേദനിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, പരസ്പരം സ്നേഹിക്കാനും പരസ്പരം കൊടുക്കാനും പരസ്പരം മനസ്സിലാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ നവീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സുഖരാജ്യത്തിൽ സകലനീതിമാന്മാരുടെ കൂടെ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, ഈ കുർബാന വഴി ഉദ്ധാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുവാരാക്കി
തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാലത്തിന് എന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷമാണ്. ഉദ്ധിതനായ കർത്താവിന്റെ അരികിലേക്ക് എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നിരാശകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഉത്ഥാനത്തിന്റെ മഹത്വത്താൽ പ്രപഞ്ചം മുഴുവൻ ആനന്ദിപ്പിച്ച മിശിഹ സഭയിൽ എന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് സാത്താനെയും മരണത്തെയും പരാജയപ്പെടുത്തുകയും പാപക്കടങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്തു. ഉത്തിതനായ മിശിഹായുടെ സമാധാനം നമ്മിൽ നിന്നും വസിക്കട്ടെ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടുന്ന് നമ്മെ നയിക്കട്ടെ. തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന വാഗ്ദാനം അനുസ്മരിച്ച് വിശ്വാസത്തിൽ വളരുവാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവൻ മിശിഹായുടെ ഉത്ഥാനത്തിൽ നവജീവൻ പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ ജനമേ, ജീവദായകമായ ദിവരഹസ്യങ്ങളാൽ സന്തോഷരാകപ്പെട്ട ഞങ്ങളെ അവിടുന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും നീറുന്ന കുടുംബ പ്രശ്നങ്ങളെയും ഈ നിമിഷം കണ്ണീരോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും യുവജനങ്ങളെയും കുഞ്ഞുമക്കളെയും വിദേശങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിനെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഉത്ഥാന തിരുനാൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും